السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا മുഹമ്മദ് وعلى آله وصحبه وسلم. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാനവരാശിക്ക് നൽകിയിട്ടുള്ള ഈ മഹത്തായ ഗ്രന്ഥത്തിൻ്റെ ചില അത്ഭുതങ്ങൾ, അതിൻ്റെ പദപ്രയോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഖുർആൻ നൽകിയിട്ടുള്ള ചില പ്രയോഗങ്ങളും അതിൻ്റെ അർത്ഥങ്ങളും വിശദീകരിക്കുന്ന വാക്യങ്ങളുടെ അർത്ഥവിവരണമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഖുർആൻ കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും കടമയാണല്ലോ. ആദ്യമായിട്ട് നമ്മൾ സൂറത്തുൽ ഫുർഖാനിലെ ചില ഭാഗങ്ങൾ മുതൽ ഇൻഷാ അല്ലാഹ് അവസാനം വരെയാണ് നമ്മൾ ഇന്ന് ചില ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ അഇമ്മത്തിൻ്റെ തഫ്സീറുകളെ അവലംബിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ 39-ാമത്തെ ആയത്ത് വകുല്ലൻ ലറബ്നാ ലഹുൽ അംസാൽ വകുല്ലൻ തബ്ബർനാ തത്ബീറ. തബ്ബർനാ തത്ബീറ എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുൻകാല സമുദായത്തിൽപ്പെട്ട സത്യനിഷേധികൾക്ക് അള്ളാഹു നൽകിയിട്ടുണ്ടായിരുന്ന ശിക്ഷകളെ പലപ്പോഴായിട്ട് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രയോഗം ഫുർഖാൻ്റെ 39-ാമത്തെ ആയത്ത് തബ്ബർനാ തത്ബീറ. ഇതിനെ വിശദീകരിച്ച് ഇമാം ബഗവി അവിടുത്തെ തഫ്സീറിൽ പറയുന്നത് കാണാം, അഹ്ലക്നാ ഇഹ്ലാക്കൻ കസ്സർനാ തക്സീറ. തബ്ബർനാ തത്ബീറ എന്ന് പറഞ്ഞാൽ പാടെ നശിപ്പിച്ച് കളയുക, അതായത് താറുമാറാക്കുക എന്നൊക്കെയാണ് ഭാഷാപരമായിട്ട് അർത്ഥം. ഈ തബ്ബറ ദഹബ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സ്വർണം കെസ്സറഹു വ ഫത്തഹു എന്ന് പറയും. സ്വർണം പൊടിച്ച് അരിച്ചെടുക്കുന്ന ഒരു രീതി, ഇതിനാണ് ശരിക്കും ഈ തബ്ബറ എന്ന് പ്രയോഗിക്കുക. അപ്പോൾ അതേപോലെ നമ്മൾ മുൻകാല സമുദായത്തിലുണ്ടായിരുന്ന എല്ലാ ജനതകളെയും, പ്രത്യേകിച്ച് ഹൂദ് നബി അലൈഹി സ്വലാമിൻ്റെ, സ്വാലിഹ് നബി അലൈഹി സ്വലാമിൻ്റെ സമൂദ് എന്ന് തുടങ്ങിയ ആദ്, അതേപോലെ അസ്ഹാബുർ റസ്, ഇവരെല്ലാം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഖുർആൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതായത് അത്തരം ആളുകളെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ചു. അഹ്ലക്കിന ഇഹ്ലാക്ക എന്നാണ് ബഗവി ഇമാം ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരായത്താണ് സൂറത്തുൽ ഖസസിൻ്റെ 31-ാമത്തെ ആയത്ത്. തഹ്തസ്സു കഅന്നഹാ ജാന്നുൻ വഅൻ അൽഖി അസാക്. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കഥ പറയുമ്പം അവിടുത്തോട് വടിയിടാനും ഫലമ്മ റആഹ, അങ്ങനെ അവർ അതിനെ കണ്ടു. തഹ്തസ്സു, അതിങ്ങനെ പിടയുന്നു. കഅന്നഹാ ജാന്നുൻ, അത് പിടഞ്ഞു നടക്കുക, അതൊരു ചെറിയ സർപ്പം എന്നോണം. വല്ല മുദ്ബിറൻ, അങ്ങനെ തിരിഞ്ഞുകൊണ്ട് പിന്നിട്ട് നിന്നു മൂസാ നബി അലൈഹി സ്വലാം. വലം യുഅഖിബ്, പിന്നോട്ട് തിരിഞ്ഞു നോക്കിയതുമില്ല എന്നാണ് അതിൻ്റെ ഭാഷാപരമായിട്ട് അർത്ഥം പറയുക. അപ്പോൾ ഇവിടെ തഹ്തസ്സു കഅന്നഹ ജാന്നുൻ, ജാൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ 2 സ്ഥലങ്ങളിൽ 2 രൂപത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. ഒന്ന് ജാന്, മറ്റു ചില സ്ഥലങ്ങളിൽ സഅബാൻ എന്നും കാണാം. അപ്പോൾ ജാൻ എന്ന് പറഞ്ഞാൽ ചെറിയ പാമ്പുകളാണ്. അത് പെട്ടെന്ന്, ചെറിയ പാമ്പുകൾക്ക് പെട്ടെന്ന് ശരീരം ചലിപ്പിക്കാനുള്ള കഴിവുണ്ട്. അതാണ് തഫ്സീറുൽ ജലാലൈനി പറഞ്ഞത് അൽ ഹയ്യത്തു സഗീറ മിൻ സുർഅത്തി ഹർക്കത്തിഹ. ചെറിയ പാമ്പിന് പെട്ടെന്ന് ശരീരം ചലിപ്പിക്കാനുള്ളത് കൊണ്ടാണ് അതിന് ഈ ജാൻ എന്ന് പറയുക. അതേ സ്ഥാനത്ത് വലിയ പാമ്പുകളാകുമ്പോൾ, വിഷജീവികളാകുമ്പോൾ അൽ ഹയ്യത്തു ത്വവീലത്തു അൽ ലഖ്മത്തു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വലിയ പാമ്പാകുമ്പോൾ അത് ശരീരം ചലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പെരുമ്പാമ്പൊക്കെ അങ്ങനെ കിടക്കുകയാണല്ലോ ചെയ്യുക. അപ്പം ഈ ഒരു രൂപത്തിലാണ് കഅന്നഹ ജാനുൻ, അത് ചെറുതായിരുന്നു എന്നതിലേക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജാൻ എന്ന് പ്രയോഗിച്ചത്. ശരിക്കും ഈ പാമ്പ് എന്ന് പറയുമ്പം ഈ ചെറുതും വലുതും ഒക്കെ ഉപയോഗിക്കുന്ന ഹയ്യത്ത് എന്നുള്ള പൊതു അർത്ഥമാണ് ഉണ്ടാവുക. പക്ഷെ ജാൻ എന്ന് പറയുമ്പം ചെറിയ പാമ്പുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക അർത്ഥം കൂടി അതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. മറ്റൊന്നാണ് നംലിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരായത്ത് ഫകുബ്ബത്തു വുജൂഹും ഫിന്നാർ, നരകത്തിലേക്ക് മുഖം കുത്തി വീഴുക. അതിനാണ് കുബ്ബ, നിങ്ങൾ ചിത്രത്തിൽ കാണുന്നുണ്ടാവും, മുഖം കുത്തി വീഴുക. അൽ ഖൗ അല വുജൂഹിഹിം എന്നാണ് ബഗവി ഇമാം പറയുന്നത്. അതായത് അവരെ മുഖം കുത്തി വീഴുന്ന ഒരവസ്ഥ, അത്രയും നിന്ദ്യതയിലായിരിക്കും നരകാഗ്നിയിൽ സത്യനിഷേധികളും കാഫിറുകളും എന്നാണ് പറയുന്നത്. അൽ ഇൻഖിബാബു അലൽ വജ്ഹ് എന്ന് പറഞ്ഞാൽ അൽ വുഖൂ അലൽ വജ്ഹ് എന്നാണ് പ്രയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ മുഖത്തിൻ്റെ മേൽ വീഴുക. മുഖം കുത്തി വീഴുമ്പോഴാണ് അപകടം കൂടുക. സാധാരണ ഒരാൾ വീഴുന്നത് മുഖം കുത്തി വീഴുന്ന തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. മറ്റൊന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി. അല്പം ദീർഘമായിട്ടുള്ള ആയത്താണ്. വഇദാ ഗശിയഹും മൗജുൻ കദ്ദുലലി, അവരെ കുന്നുകൾ പോലെ, ലുലലി എന്ന് പറഞ്ഞാൽ കുന്നുകൾ പോലെ വലിയ മൗജ്, ഗശിയഹും അവരെ മൂടിക്കളഞ്ഞാൽ എന്നാണ്. ഇവിടെ ഗശിയഹും എന്നതിന് സൂറത്തുൽ ലുഖ്മാൻ്റെ തഫ്സീറിൽ ബൈളാവി ഇമാം പറയുന്നത് ഗശിയഹും എന്ന. ഗശിയ എന്ന് പറഞ്ഞാൽ മൂടുക എന്ന് പറഞ്ഞത് അലാഹും, അവരുടെ മുകളിൽ. ചിത്രത്തിൽ നിങ്ങൾ കാണേണ്ട ഒരു കപ്പലിൻ്റെ മുകളിലേക്ക് ഒരു തിരമാല വരുമ്പോൾ അതേപോലെ മുകളിൽ തിരമാല വരികയും വഗത്താഹും എന്ന് പറഞ്ഞാൽ, ഗത്ത എന്ന് പറഞ്ഞാൽ എന്താ, മൂടിക്കളയുക എന്ന് പറഞ്ഞാൽ കപ്പലിനെയും പൊതിഞ്ഞ് കളയാൻ മാത്രം ശക്തമുള്ളത്. അതാണ് ദുലൽ എന്ന് പറഞ്ഞാൽ മാ യദുല്ലു മിൻ ജബലിൻ ഔ സഹാബിൻ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മുടെയൊക്കെ തലക്ക് മുകളിലായിട്ട് നമ്മൾ ഈ തണലെടുക്കുന്ന ഈ പർവ്വതനിരകൾ, അതേപോലെ തന്നെ
സഹാബ് എന്ന് പറഞ്ഞാൽ മേഘക്കൂട്ടങ്ങളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഖുർആനിൻ്റെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത് ഈ തിരമാലകളെ പർവ്വത സമാനമായി അതിൻ്റെ ഉയർച്ചയും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ശക്തിയും പർവ്വതങ്ങളിലേക്ക് ഉപമിച്ചുകൊണ്ടുള്ള ഖുർആനിൻ്റെ ഒരു പ്രയോഗമാണ് ഇവിടെ. മാഷാ അല്ലാഹ്, ഇതൊക്കെ നമ്മൾ ഇമ്മത്ത് പറഞ്ഞു തരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പം അത്രയും ആശയവിശാലമുള്ള ഒരു പദമാണ് ഈ ഗശിയ, ദുലൽ എന്നൊക്കെ പറഞ്ഞാലെന്ന് തഫ്സീറുൽ ബൈദാവിയിലും മറ്റുമൊക്കെ കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു പ്രയോഗമാണ് നമുക്കൊക്കെ അറിയാവുന്ന ഒരു പ്രയോഗം, വമാ യജ്ഹദു ബിആയാതിന ഇല്ലാ കുല്ലു ഖത്താരിൻ കഫൂർ എന്ന് പറയും. വഇൻ കാനു മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ എന്ന് പറഞ്ഞാൽ സൂറത്തു റൂമിലെ ഒരായത്താണ്. മിൻ ഖബ്ലിഹി, അവർ അതിനു മുമ്പ് ലമുബ്ലിസീൻ നിരാശപ്പെട്ടവരായിരുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ വൈൻകാനു മിൻ ഖബ്ലി അൻ യുനസ്സല അലൈഹിം മിൻ ഖബ്ലിഹി ലമുബ്ലിസീൻ, മഴ വരുന്നതിന് മുമ്പ് അവർ നിരാശപ്പെട്ടവരായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഇവിടെ ഖുർത്തുബി പറയുന്ന മുബ്ലിസീൻ എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം യാഇസീൻ, മുബ്ലിസീൻ എന്ന് പറഞ്ഞാൽ തെൽബീസ്. അപ്പോൾ യാ ഇസീൻ എന്ന് പറയുന്ന ആ അർത്ഥം, യാ ഇസീൻ എന്ന് പറഞ്ഞാൽ അബിലസ എന്ന് പറഞ്ഞാൽ യഇസ എന്നാണെന്നും, ഈ ഇബ്ലീസിന് അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ടു, അത് കാരണം നിരാശനായിട്ടാണ് ഇബ്ലീസ് എന്ന് പേര് കിട്ടിയത് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവിടെ മുബ്ലിസീൻ എന്ന് പറഞ്ഞാൽ യാ ഇസീൻ, നിരാശതയുള്ള ആൾ, നിരാശത അനുഭവപ്പെടുന്ന ആൾ, നിരാശിച്ചുകൊണ്ട് നൈരാശ്യമുള്ള ആൾ എന്ന അർത്ഥത്തിലാണ് ഖുർആൻ ഇവിടെ മുബ്ലിസീൻ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു പ്രയോഗമാണ് സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാഉ എന്ന് പറഞ്ഞാൽ അല്ലാഹുല്ലദി യുർസിലു റിയാഹ ഫതുസിറു സഹാബൻ ഫയബ്സുതുഹു ഫിസ്സമാ, സഹാബ് എന്ന് പറഞ്ഞാൽ മേഘത്തെ അല്ലാഹു അയക്കും, എന്നിട്ട് ഫയബ്സുതുഹു നമ്മൾ പറയാ യബുസുത്തു എന്ന് പറഞ്ഞാൽ പരത്തി വെക്കുക, കൈഫ യശാഉ വയജഅലുഹു കിസഫ, കിസഫ് എന്ന് പറഞ്ഞാൽ തുണ്ടങ്ങളായി കഷ്ണങ്ങളാക്കുക. പിന്നെ ഫത്തറൽ വദ്ഖ എന്ന് പറഞ്ഞാൽ മഴ. അപ്പോൾ ഈ തഫ്സീറുൽ കബീറിൽ പറയുന്നത് കാണാം, യബുസുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ഭീമാകാരമായിട്ടുള്ള മേഘങ്ങൾ നമുക്ക് ആകാശത്തിൽ മഴ വരുമ്പോൾ കാണാൻ പറ്റും. അതാ യബുസുത്തു എന്നിടത്ത് പോയിന്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതേ സ്ഥാനത്ത് കിസഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മേഘം തന്നെ കഷ്ണം പോലെ അവിടെ ഡോട്ടുകളായിട്ട് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു രൂപം, ഇതാ ഇവിടെയൊക്കെ ഡോട്ടായിട്ട് കാണുന്ന ഈ രൂപത്തിലാണ് വദക്ക് എന്ന് പറയാം. അതേ സ്ഥാനത്ത് കിസഫൻ, അതേ സ്ഥാനത്ത് വദക്ക് എന്ന് പറഞ്ഞാൽ മപ്പർ, അതിൻ്റെ ഇടയിലൂടെ മഴ പെയ്യുന്ന ഒരു ദൃശ്യം നമുക്ക് ഇവിടെ ലഭ്യമാകുന്നുണ്ട്. ഈ ചിത്രത്തിലുള്ളത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മേഘങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 പ്രയോഗങ്ങൾ, ഒന്ന് യബുസുത്തു, മറ്റൊന്ന് കിസഫിൻ, മറ്റൊന്ന് വദക്ക്. ഇതിനെ തഫ്സീറുൽ കബീറിൽ വിശദീകരിച്ചത് നമുക്ക് എങ്ങനെയാണ് കാണാൻ പറ്റുക. മറ്റൊരായത്താണ് വമൻ അമില സാലിഹൻ ഫലിഅൻഫുസിഹിം യംഹദൂൻ മൻ കഫറ ഫഅലൈഹി കുഫ്റു, ആരെങ്കിലും നിഷേധിയായാൽ സൂറത്തുർ റൂമിൻ്റെ 44-ാമത്തെ ആയത്താണ്. അപ്പം വമൻ അമില സാലിഹൻ, ആരെങ്കിലും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചുവോ, ഫലിഅൻഫുസിഹിം യംഹദൂൻ, അവൻ്റെ നഫ്സിന് തന്നെയാണ് യംഹദൂൻ. എന്ന് പറയുന്ന പ്രയോഗം എന്താണ്? അതിൻ്റെ അർത്ഥം സൗകര്യമൊരുക്കുക എന്നൊക്കെയാണ്. അതായത് നമ്മൾ നന്മ ചെയ്താൽ നമ്മുടെ ശരീരത്തിനാണ് അതുകൊണ്ട് സൗകര്യവും ഗുണവും നേട്ടവും ഉണ്ടാവുക. അപ്പോൾ യംഹദു എന്ന് പറഞ്ഞാൽ ശരിക്ക് യസുവൂന മൻസിലൻ ഫിൽ ജന്ന, ഇതാണ് ബൈളാവി ഇമാം തഫ്സീറിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അവൻ്റെ സ്ഥാനം അവൻ തയ്യാറാക്കി വെക്കുന്നു. അപ്പോൾ ദുന്യാവിൽ നമ്മൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ആഖിറത്തിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ വീടിൻ്റെ ഒരു വർക്ക് ദുന്യാവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മഹദ സരീറ എന്ന് പറഞ്ഞത്. നമ്മൾ കട്ടിൽ നേരെ ഇടുക എന്ന് പറഞ്ഞാൽ കട്ടിൽ വിരിപ്പും മറ്റൊക്കെ വിരിച്ചിട്ട് ഒരു കുട്ടിക്ക്, അതേപോലെ ചെറിയ കുട്ടികൾക്ക് ഉറങ്ങാൻ മറ്റും വേണ്ടിയിട്ട് തയ്യാറാക്കുന്നതിനാണ് ഇതിന് മഹദ എന്ന് പറയുക. അപ്പോൾ അതേപോലെ ആഖിറത്തിൻ്റെ സ്വർഗീയ വീടിൻ്റെ സംവിധാനിക്കലാണ് നമ്മൾ ദുന്യാവിലുള്ള സൽക്കർമ്മങ്ങളിലൂടെ ഇത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഫലിയൻഫുസിഹിം യംഹദൂൻ എന്ന ആയത്തിൻ്റെ ഉദ്ദേശമെന്ന് തഫ്സീറുൽ ബൈളാവിയിൽ കാണാം. മറ്റൊരു ആയത്താണ് ഫാത്തിറിലെ 27-ാമത്തെ ആയത്ത്, ജുദദുൻ ബീലുൻ വഹുംറുൻ മുഖ്തലിഫുൻ അൽവാനുഹു വഗറാബീബു സൂദ്. ജുദദുൻ ബീലുൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അലം തറ, നീ കണ്ടില്ലേ, അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ്നാ ബിഹി സമറാത്തി മുഖ്തലിഫൻ അൽവാനുഹ. അങ്ങനെയൊക്കെ അല്ലാഹു ദൃഷ്ടാന്തങ്ങൾ പറഞ്ഞിട്ട് പറയാം. വമിനൽ ജിബാലി, പർവ്വതങ്ങളിലുണ്ട്, ജുദദുൻ, മലകളിലുണ്ട്, ജുദദ് എന്ന് പറഞ്ഞാൽ ശരിക്ക് ഖുതൂത്തുൻ, വരകൾ, ത്വബഖാത്തുൽ ജിബാലി എന്നൊക്കെയാണ് ഷറാബി ഇമാം അവിടെ തഫ്സീറിൽ പറയുന്നത്. അപ്പോൾ തഫ്സീർ ഷറാബി പറയുന്ന വിശദീകരണം അൽ ഖുതൂത്ത്, വരകൾ, ത്വബഖാത്തുൽ ജിബാൽ, അതുകൊണ്ടുള്ള ഉദ്ദേശം തട്ടുകൾ, അതേപോലെ വഴികൾ എന്നൊക്കെയാണ്. പിന്നെ ഖറാബീബു സൂദ്, ഖറാബീബ് എന്ന് പറയുന്നത് ശരീദ് സവ, കറുങ്കറുപ്പ് എന്ന് പറയല്ലേ, പെരുങ്കറുപ്പ്, ശക്തമായിട്ടുള്ള കാക്കയെ പോലെ കറുത്തിരുണ്ടത് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ രൂപത്തിലുള്ള ഖറാബീബായിട്ടുള്ളതും നമുക്ക് കാണാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഖറാബീബ് അതാണ് അതിൻ്റെ അർത്ഥം. അതായത് തെളിഞ്ഞ വഴിയും തനി കറുത്തിരുണ്ട വഴിയുമുള്ള പാറകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്
ദൃഷ്ടാന്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഭൂലോകത്ത് സംവിധാനിച്ചിട്ടുണ്ട്. അതാണ് നമ്മളെ ചിത്രത്തിൽ കാണുന്ന ആധുനിക കാലഘട്ടത്തിൽ കണ്ടെത്തിയിട്ടുള്ള പാറകളുടെ ചില ചിത്രങ്ങളിൽ പെട്ടൊരു ചിത്രമാണത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഖുർആൻ്റെ വിശദീകരണം എത്രത്തോളം ഓരോ പദത്തിനും അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വലിയ വിശാലമായിട്ടുള്ള ഒരു അർത്ഥം, അത് അറബി ഭാഷയുടെയും ഒരു പ്രത്യേകതയാണ്. മറ്റൊരു പ്രയോഗമാണ് മാ യംലികൂന മിൻ ഖിത്മീർ. സൂറത്തുൽ ഫാത്തിറിൽ 13-ാമത്തെ ആയത്ത് ലഫാഫത്തുൻ നുബാത്ത് എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ ഈ കാരക്കക്കുരുവിൻ്റെ പാടയുടെ അത്ര പോലും അവർക്ക് മാ യംലിക്കൂൻ അവർ സ്വാധീനപ്പെടുത്തുകയില്ല, ഉടമപ്പെടുത്തുകയില്ല. ഇവിടെ ബഗവീമ പറയുന്നത് കിത്മീർ എന്ന് പറഞ്ഞാൽ അവിടെ ലഫാഫത്തിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഇടത്തെ ഭാഗത്ത് കാണുന്ന ഈത്തപ്പനക്കുരുവിൻ്റെ ആ ഒരു ഈത്തപ്പഴത്തിൻ്റെ ആ ഒരു ഭാഗം കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കുരുവിനെ ചുറ്റിയിട്ടുള്ള ഒരു ചെറിയ പാടുണ്ടല്ലോ, ആ പാടയുടെ അത്ര പോലും അവർക്ക് ഒരു സ്വാധീനവും ഒരു അധികാരവും ഉണ്ടാവുകയില്ല എന്നാണ് അള്ളാഹ് പറയുന്നത്. അപ്പം കിത്മീർ എന്ന് പറഞ്ഞാൽ ഖുശ്റത്തുൽ റഖീഖത്തുല്ലത്തി ബൈനത്തമ്രത്തി വന്നവ എന്ന് പറഞ്ഞാൽ ആ കാരക്കയുടെയും കുരുവിൻ്റെയും ഇടയിലുണ്ടാകുന്ന ആ ഒരു സംഗതിക്കാണ്. അപ്പം അത്രത്തോളം അതിനേക്കാളും ലോലമായിട്ട് എന്താ ഉള്ളത് പറയാൻ. അപ്പോൾ ആ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഒരു നിമ്യതയെ വിശദീകരിക്കുന്ന ഭാഗത്ത് പ്രയോഗിച്ചിട്ടുള്ള പദം. മറ്റൊന്നാണ് നഖ്സിഫ് ബിഹിമുൽ അർള്. നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ നഖ്സിഫ് ബിഹിമുൽ അർള ഔ നുസ്ഖിത അലൈഹിം കിസഫം മിനസ് സമാ എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് സൂറത്തു സബഇൻ്റെ 9-ാമത്തെ വചനാണ്. ഖസഫത്ത് ബിഹിൽ അർള് ഇഖ്തഫ ബിദാഖിലിഹ എന്നൊക്കെ പറയും. അതായത് നമ്മളെങ്ങാനും ഉദ്ദേശിക്കുകയാണെങ്കിൽ ഭൂമിയിലൊരു വലിയ ഗർത്തം രൂപപ്പെടുത്തി അവരെ നമ്മൾ അതിലേക്ക് തള്ളിയിടുമായിരുന്നു. ഈ രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നത്. അപ്പം തഗൂറു ബിഹിം വതബ്തലിഹുൽ അർള്, ഇതാണ് ബഹറുൽ ഉലൂമിൽ സമർഖന്ദി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഖസഫത്തിൽ അർള് എന്ന് പറഞ്ഞാൽ എന്താ, ഇഖ്തഫ ബി ദാഖിലിഹ എന്നാ പറയാം. അതിൻ്റെ ഉള്ളിലൊരു വലിയ ഗർത്തം രൂപപ്പെടുക. അപ്പം അങ്ങനെ ഒരു ഗർത്തം രൂപപ്പെട്ട് അതിൽ കാഫിര്യങ്ങളെയൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നശിപ്പിക്കാം എന്ന് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറയുമ്പോൾ അവിടെ പ്രയോഗിച്ച നഖ്സിഫ്, ഖസഫ എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ ഗർത്തം ഉണ്ടാവുക, പെട്ടെന്ന് വലിയ ഗർത്തങ്ങളായി രൂപപ്പെട്ട് അതിലൂടെ വലിയ ഗുഹങ്ങൾ, വലിയ ആഴമുള്ള ഗർത്തങ്ങൾ, അതായത് മനുഷ്യനെ കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്ന രൂപത്തിലുള്ള ഗർത്തങ്ങൾക്കാണ് ഇത് പറയാം. മറ്റൊരായത്താണ് സിറാജൻ മുനീറ. ഇത് പിന്നെ നമുക്ക് അറിയുന്നതാണ്. സിറാജ് എന്ന് പറഞ്ഞാൽ റിയാ ഉല്ലി ഖൽഖിഹി എന്ന് പറയാം. തഫ്സീറു തബരിയിൽ പറയാം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഹ്സാബിൽ മുത്ത് റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തുകയാണ്. സിറാജൻ മുനീറ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്ന അടിമകൾക്ക് പ്രകാശമാണ് റസൂലുള്ളാഹ്. അപ്പോൾ സിറാജ് എന്ന് പറഞ്ഞാൽ അൽ മിസ്ബാഹുല്ലദി യുസ്തലാഉ ബിഹി ഫിൽ ദുലുമാത്ത്. ഇരുട്ടിലൊക്കെ നമ്മൾ സാധാരണ നമ്മുടെ ആശ്രയം, മറ്റുള്ളവർക്ക് ഒരു സഹായിയായിട്ട്, ഇപ്പോഴത്തെ ഫ്ലാഷ് ലൈറ്റ് എന്നൊക്കെ വേണം പറയാം. കറണ്ട് പോയാൽ നമ്മളെപ്പോഴും സഹായിയായി തരുന്ന പണ്ട് കാലഘട്ടങ്ങളിൽ അത് വിളക്കായിരുന്നു. അപ്പം അതേപോലെ വിശ്വാസികൾക്ക് എന്നും ഒരു പ്രകാശമാണ് റസൂലുള്ളാഹ് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞത്. മറ്റൊന്നാണ് ദുഹൂറൻ വലഹും അദാബുൻ വാസിബ്. അദാബുൻ വാസിബ് എന്താണ്? വാസിബായ ശിക്ഷ എന്ന് പറഞ്ഞാൽ ദുഹൂറൻ. ദുഹൂർ എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് തഫ്സീർ തബറിയിൽ പറയാണ് മത്റൂദീൻ. ദുഹൂർ എന്ന് പറഞ്ഞാൽ തുരത്തി ഓടിക്കുക, ആട്ടി വിടുക എന്നൊക്കെയാണ് അതിൻ്റെ മലയാള പദമർത്ഥം. വാസിബ് എന്ന് പറഞ്ഞാൽ നീണ്ടു നിൽക്കുന്ന നിരന്തരമായിട്ടുള്ള ശിക്ഷ, വേദനാജനകമായ എന്ന് പറഞ്ഞാൽ ദുഹൂറൻ, അവർക്ക് ആ രൂപത്തിൽ അവരെ ആട്ടി ഓടിക്കപ്പെടും. അതേപോലെ തന്നെ വാസിബ് നല്ല വേദനാജനകമായ ശിക്ഷ ഉണ്ടാവും. ദഹറൽ അദുവ എന്ന് പറയും, ശത്രുക്കളെ ആട്ടി ഓടിച്ചു. ഹസമഹു വതുറദഹു ഇലാ ഖാരിജി അർളി, നാട് കടത്തി, നാട്ടിൽ നിന്നും തുരത്തി ഓടിച്ചു എന്നൊക്കെ പറയുന്നതിന് ദഹറൽ അദുവ എന്ന് പ്രയോഗിക്കാറുണ്ട്. ഇതേപോലെ മറ്റൊരു പ്രയോഗമാണ് ലാ ഫീഹാ ഗൗലുൻ. ലാ ഫീഹാ ഗൗലുൻ, അതിൽ യാതൊരുവിധ കെടുതിയും ഉണ്ടാവുകയില്ല. ഗൗല് എന്ന് പറഞ്ഞാൽ കേട്. വലാഹും അൻഹാ യുൻസഫൂൻ നമ്മൾ പറയും. ഏതായാലും ഗൗല് എന്ന് പറഞ്ഞാൽ തഗ്താലു ഉഖൂലഹും ഫതസവു, അതായത് സ്വർഗത്തിലുള്ള അന്നപാനീയങ്ങളൊക്കെ കുടിച്ചാൽ അത് കാരണം ആ ലഹരി അവർക്ക് ഉണ്ടാവുകയില്ല, അവരുടെ ശരീരത്തിന് ഒരു കേടുണ്ടാവുകയില്ല. ഈ ഗൗല് എന്ന് പറഞ്ഞാൽ മിൻഹാൽ ഇഗ്തിയാൽ വഹുവൽ ഖത്ലുൽ ഖഫിയ എന്ന് പറയും. അതായത് ഒരാളെ നമ്മൾ എന്താ പറയുക, ഹഫിയായിട്ട് അയാൾ പോലും അറിയാതെ അയാളെ നമ്മൾ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുന്ന രീതിക്കൊക്കെയാണ് ഇഗ്തിയാൽ എന്ന് പറയുക, കീഴടക്കുക. അതേപോലെ തന്നെ അയാളെ തടവിലാക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ രൂപത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ നഷ്ടപ്പെടുത്തുന്ന ഒന്നും ഇല്ലാത്ത രൂപത്തിലുള്ള പാനീയവും ലഹരിയുമാണ് സ്വർഗത്തിലുള്ളത് എന്നാണ് തഫ്സീറുൽ ബഗവിയിൽ ഗൗല് എന്ന പദത്തിന് വിശദീകരണം കൊടുത്തിട്ടുള്ളത്. മറ്റൊന്നാണ്
വലാഹും അൻഹ യുൻസഫുൻ, അതേ ആയത്തിൻ്റെ മറ്റൊന്നാണ് വലാഹും അൻഹ യുൻസഫുൻ. അത് കാരണം അവർക്ക് യുൻസഫുൻ എന്ന് പറഞ്ഞാൽ യുസ്കറുൻ, മത്ത് 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 പിടിയുകയില്ല, മയക്കം പിടികൂടുകയില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ള പാനീയങ്ങൾ കുടിച്ചിട്ട് ദുന്യാവിലുള്ള പാനീയങ്ങളെ പോലെ മത്ത് പിടിച്ച് ബോധരഹിതനായിക്കൊണ്ട് അലക്ഷ്യമായി അപകടം പിടിക്കുന്ന ഒരവസ്ഥ മനുഷ്യന് ഉണ്ടാവുകയില്ല. നസഫൽ മരീദു എന്ന് പറയും, ഫഖദദ്ദമ വ നസഫർ റജുൽ ഫഖദ അഖല സക്കറ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ ഈ അനസ്തേഷ്യയും മറ്റൊക്കെ കൊടുക്കുന്ന രോഗികൾക്ക് നസഫൽ മരീദ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു അവരെ മയക്കി കിടത്തിയിട്ടാണല്ലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓപ്പറേഷനും മറ്റു സർജറികളൊക്കെ പൂർത്തിയാക്കുക. അപ്പം അതിനുവേണ്ടി പ്രയോഗിക്കാറുണ്ട് നസഫ്. അപ്പോൾ അതാ യുൻസഫ് എന്ന് പറഞ്ഞാൽ അതേപോലെ അവരെ മയക്കുന്ന ഒന്നും അവിടെ ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഓരോ പദത്തിൻ്റെയും അർത്ഥങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ പദത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് മുഫസ്സിറുകളുടെ അക്വാലും അതേപോലെ മറ്റു പ്രയോഗങ്ങളും അറബിയുടെ പ്രയോഗങ്ങളും കൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഖുർആനിൻ്റെ ആ ഒരു മഹിതമായിട്ടുള്ള ആശയത്തെ നമുക്ക് തനതായ രൂപത്തിൽ മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ പരിഭാഷകൾ കൊണ്ട് മാത്രം ഖുർആൻ മനസ്സിലാക്കുന്നതല്ല യഥാർത്ഥ വിശ്വാസിയുടെ ഖുർആൻ പഠിക്കാനുള്ള വഴി, മറിച്ച് ഇത്തരത്തിലുള്ള മുഫസ്സിറുകൾ ഓരോ പദത്തെയും കൃത്യമായി നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അത് അടിസ്ഥാനത്തിൽ നമ്മൾ ഖുർആനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റൊരു പദം الريح تجري بأمره رخاء. അല്ലാഹു സുബ്ഹാനഹു വ തആല കാറ്റിനെ കുറിച്ച് പറയാണ്, ഫസഖർനാ ലഹുർ റീഹ, നമ്മൾ ആ നബിക്ക് വേണ്ടി കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. തജ്രീ ബി അംരിഹി, അവരുടെ കൽപ്പന പ്രകാരം അത് ഉന്നം വെച്ച സ്ഥലത്തേക്ക് ഹൈസു അസ്വാബ് എത്തുന്ന രൂപത്തിൽ റുഹാഅൻ ഉന്നം വെച്ച സ്ഥലത്തേക്ക് വളരെ മൃദുലമായി സൗമ്യമായി രഹ്വത്തുൽ ലയ്യീന. ശരിക്ക് റുഹവിയാത്ത് എന്ന് പറയും, അതായത് അൽ ഹയവാനാത്തു ദാത്തു ജിസ്മിൻ റഹ്വിൻ ലീൻ എന്ന് പറഞ്ഞാൽ ഈ മൃഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനശാഖകളിൽപ്പെട്ട ഒന്നാണ് റുഹവിയാത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ വളരെ മൃദുലമായ ശരീരമുള്ള ഈ ഫോട്ടോത്തിൽ കാണുന്ന ഒച്ചിനെ പോലെയുള്ള വളരെ അതിൻ്റെ മുഖത്തുള്ള പുറത്തുള്ള തോലല്ല കേട്ടോ, അതായത് മുഖത്താബി കൗക്കയത്തിൻ സ്വൽബത്തിൻ എന്ന് പറയും. ഈ ആമത്തോടും അതേപോലെ തന്നെ ഒച്ചിൻ്റെ പുറന്തോടും ഒന്നല്ല, അതല്ലാതെ ഈ വളരെ മൃദുലമായിട്ടുള്ള രൂപത്തിൽ ഉള്ള മൃഗങ്ങളെ പഠിക്കുന്ന ഒരു ശാഖയാണ്. അപ്പോൾ ആ രൂപത്തിൽ വളരെ മൃദുലമായിട്ട് കാറ്റ് സഞ്ചരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം. മറ്റൊന്നാണ് വഹുദ് ബിയദിക ലിഗ്സൻ ഫദ്രിബ് ബിഹി, വഹുദ് ബിയദിക ലിഗ്സ, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ എടുക്കണം. വഹുദ് ബിയദിക ഒരു പിടി പുല്ല്, ലിഗ്സൻ എന്ന് പറഞ്ഞാൽ എന്താ, മിൽഉൽ കഫി മിന ഷജരി ഔ ഇൽ ഹഷീഷ് എന്ന് പറഞ്ഞാൽ 100 അടി അടിക്കുന്ന ഒരു അയ്യൂബ് നബി അലൈഹി സ്വലാം അവിടുത്തെ ഭാര്യയെ അടിക്കുമെന്ന് ശപഥം ചെയ്തപ്പോൾ ശപഥം പൂർത്തിയാക്കാൻ വേണ്ടി അല്ലാഹ് പറഞ്ഞതാ, നിങ്ങൾ 100 വൈക്കോൽ ഒരു ഒറ്റ കയ്യിൽ എടുത്തിട്ട് അതുകൊണ്ട് ഒരൊറ്റ അടി അടിച്ചാൽ അതോടുകൂടെ 100 അടി അടിച്ചതിന് സമാനമാണല്ലോ. അപ്പോൾ ലിഗ്സ് എന്ന് പറഞ്ഞാൽ ഖുബലത്തു ഉശുബിൻ മുഖ്തലത്തുൻ അർറത്ബി ബിൽ യാബിസ്, അതായത് ഉണങ്ങിയതും പച്ചയുമായിട്ടുള്ള ഇത്തരത്തിലുള്ള കഷ്ണങ്ങൾ, ചുള്ളിത്തണ്ടുകൾ അല്ലെങ്കിൽ ചെറിയ ചെടി അല്ലെങ്കിൽ പിടിപ്പുല്ല് എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പ്രയോഗിക്കുന്ന ഈ സാധനം അത് പിടിക്കാനാണ് എന്നാണ് ലിഗ്സിൻ്റെ ഉദ്ദേശം എന്ന് തഫ്സീറുൽ ബഗവിയിൽ പറയുന്നത് കാണാം. മറ്റൊരായത്താണ് മാലഹും മിൻ മഹീസ്, അവർക്ക് മഹീസ് ഓടിപ്പോകാനുള്ള രക്ഷപ്പെടാനുള്ള ഒരു സ്ഥലവും അവിടെ ഉണ്ടാവുകയില്ല. ലാ മഹീസ് എന്ന് പറഞ്ഞാൽ ലാ മഹ്റബ് ഔ അഫറാണ് ഓടിപ്പോവുക, രക്ഷപ്പെടുക. മഹ്റബ് എന്നാണ് ബഹീമ തഫ്സീർ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അന്ന് അവർ കുടുങ്ങുക തന്നെ ചെയ്യും, അന്ന് രക്ഷപ്പെടാനുള്ള ഒരു ലൂപ്പ് ഹോൾ പോലും അവർക്ക് ഉണ്ടാവുകയില്ല. മറ്റൊരു കലിമത്താണ് വല്ലദീന യുഹാജൂന. അതേപോലെ മറ്റൊരായത്തിൽ സൂറത്ത് ശൂറയിൽ കാണാം വല്ലദീന യുമാറൂന, 16-17 ആയത്തുകൾ. അപ്പോൾ യുഹാജൂന യുമാറൂന പറഞ്ഞതിൽ ഉദ്ദേശം തർക്കിക്കുക, യുനാദിറൂന പരസ്പരം തർക്കിച്ചുകൊണ്ടേയിരിക്കുക, യുഹാസിമൂന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഈ രൂപത്തിൽ തർക്കിക്കുന്നവർ, ഇവരെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ യുമാറൂന യുഹാജൂന എന്ന് പ്രയോഗിച്ചതെന്ന് ഇമാം തബരി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തുന്നു. മറ്റൊരു പ്രയോഗമാണ് വതസ്രീഫിർ റിയാഹി. തസ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താ, നിയന്ത്രിക്കുക, കൈകാര്യം ചെയ്യുക. റിയാഹ് കാറ്റുകളെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ തഗ്യീറു ഇത്തിജാഹിഹാ മിൻ ഹുന ഇലാ ഹുനാക ഔ തഗ്യീരി അഹ്വാലിഹ, കാറ്റിൻ്റെ അവസ്ഥകൾ, നല്ല കാറ്റുണ്ട്, കൊടുങ്കാറ്റുണ്ട്, മന്ദമാരുതനുണ്ട്, പല രൂപത്തിൽ കാറ്റിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ശരിക്കും തസ്രീഫുൽ അമലാത്ത് എന്ന് പറഞ്ഞാൽ തഗ്യീർ വ തഹ്വീൽ അമലാത്ത് എന്ന് പറഞ്ഞാൽ ഈ മണി എക്സ്ചേഞ്ചിനാണ് സാധാരണ തസ്രീഫ് എന്നൊക്കെ പറയാം. അപ്പം അതേപോലെ തസ്രീഫ് റിയാഹ് എന്ന് പറഞ്ഞാൽ എന്താ, കാറ്റിനെ അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ നിയന്ത്രിച്ചുകൊണ്ട് അതിനെ മാറ്റിമറിക്കുക, കൈകാര്യം ചെയ്യുക എന്നാണ്. അതിലും നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞു വെക്കുന്നത്. മറ്റൊരായത്താണ് വഹാഖ ബിഹിമ്മ കാനൂ ബിഹി യസ്തഹസിഊൻ, ജാസിയയിൽ കാണാം. അപ്പോൾ വഹാഖ ബിഹിമ്മ, ഹഖ എന്ന് പറഞ്ഞാൽ എന്താ, നസല ബിഹിം വഹാത്ത്, ഒരാളിൽ അപകടം ഇറങ്ങുകയും അത് അയാളെ ചുറ്റിപ്പൊതിയുക.
ഹാക്ക ബിൽ അദുബ് എന്ന് പറയും, അഹാത്ത ബിഹി എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ നമ്മളെ നാലാ ഭാഗത്തും നമ്മളെ ചുറ്റിയാൽ. ഈ പിക്ചറിൽ കാണുന്നത് ഒരു മൃഗത്തിനെ അതിൻ്റെ ശത്രുക്കളായിട്ടുള്ള ചില മൃഗങ്ങൾ വളയാണ്, അങ്ങനെ വളഞ്ഞു നിൽക്കുക, പൊതിയുക, ശത്രുക്കളാൽ ചുറ്റുക, ഇങ്ങനെ അപകടത്താൽ ചുറ്റപ്പെടുക, ഇതിനാണ് ഹാക്ക എന്ന് പറയാറുള്ളത്. അപ്പോൾ തഫ്സീറുൽ ഖുർത്തുബിയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊരു ആയത്താണ് ലികുല്ലി അവ്വാബിൻ ഹഫീദ്. എന്താ അവ്വാബിൻ്റെ ഉദ്ദേശം? അവിടെ അവ്വാബുൻ ഇലാ റാജിഉൻ മിൻ മഅസിയത്തില്ലാഹി ഇലാ ത്വാഅതിഹി, അള്ളാഹു അവൻ്റെ മഅസിയത്തിൽ നിന്നും അവൻ്റെ ത്വാഅത്തിലേക്ക് മടങ്ങുക. റജഅ മടങ്ങുന്നവൻ, ദോഷങ്ങളൊക്കെ വെടിഞ്ഞ് സൽജീവിതത്തിലേക്ക് മടങ്ങുന്നവനാണ് അവ്വാബ് എന്ന് പ്രയോഗിക്കാറുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ തദ്കിറത്തു സഫരി ദഹാബൻ വ ഇയാബൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ യാത്രക്ക് പോകാനും മടങ്ങാനുമുള്ള 2 ടിക്കറ്റുകൾക്കും കൂടി പറയുന്നതാണ്. അപ്പോൾ ദഹാബൻ വ റുജുഅൻ, അതിനാണ് അഊദത്തൻ മടങ്ങുക എന്ന് പറഞ്ഞാൽ റൗണ്ട് ട്രിപ്പിലും മറ്റുമൊക്കെ നമ്മൾ എടുക്കുന്ന ടിക്കറ്റിന് ഇതിനാണ് അവ്വാബ് എന്ന് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ഈ രൂപത്തിൽ തെറ്റിൽ നിന്ന് മടങ്ങുന്ന ആൾക്കാണ് അവ്വാബ് എന്ന് നമ്മൾ പറയാം. മറ്റൊരു ആയത്ത് അല്ലദീന ഹും ഫീ ഗംറത്തിൻ സാഹൂൻ. ഗംറത്തിൻ സാഹൂൻ, ഗംറത്ത് എന്ന് പറഞ്ഞാൽ ജഹ്ല്, അറിവില്ലായ്മ, യഗ്ഫുറുഹും അവരെ മുക്കിക്കളയും. സാഹു എന്ന് പറഞ്ഞാൽ അതിൽ അവർ ഗാഫിലുൻ അശ്രദ്ധരാവുക, അൻ അംരിൽ ആഖിറ ആഖിറത്തിൻ്റെ കാര്യത്തെ എന്ന് പറഞ്ഞാൽ ഉമിറ ഫിൽമായി എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഗമസ വഗാസ വെള്ളത്തിൽ ഇങ്ങനെ ആണ്ട് പോവുക, അതേപോലെ മുങ്ങിത്താഴുക, ഇതിനൊക്കെയാണ് ശരിക്കും ഇൻഗമസ എന്ന് പ്രയോഗിക്കാറുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അവരുടെ അജ്ഞതയിൽ അവർ ആണ്ടുപോയി ആഖിറത്തിൻ്റെ കാര്യം മറന്നുപോയി എന്നാണ് ജലാലൈനി അവിടെ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു വിശദീകരണമാണ് ഫനബദ്നാഹും ഫിൽ യമ്മി വഹുവ മുലീം. നബദ്നാഹും ഫിൽ യമ്മി എന്ന് പറഞ്ഞാൽ അൽഖൈനാഹും ഫിൽ ബഹർ, നമ്മളവരെ കടലിൽ ഇട്ടു എന്നാണ് അതിൻ്റെ ഉദ്ദേശം. കടലിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ വഹുവ മുലീം എന്ന് പറഞ്ഞാൽ അല്ലദീ ഖദ് അതാ മാ യുലാമു അലൈഹി മിനൽ ഫിഅൽ എന്ന് പറഞ്ഞാൽ അവർ വേദന ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മുലീം എന്ന് പറഞ്ഞാൽ യസ്തഹിഖുല്ലവും വേദനയ്ക്ക് അർഹതപ്പെടുന്ന ചില കാര്യങ്ങൾ. യുക്കാലു ഹുവ മുദ്നിബുൻ ദോഷിയാണെന്ന് പറയപ്പെടും, ആ രൂപത്തിൽ. അപ്പോൾ ഇവിടെ യമ്മ് എന്ന് പറഞ്ഞാൽ ബഹർ എന്നാണ് ഉദ്ദേശമെന്നും, അതേപോലെ മുലീം എന്ന് പറഞ്ഞാൽ ചെയ്ത പ്രവർത്തനങ്ങൾ കാരണം അവർക്ക് വേദനിപ്പിക്കപ്പെടുന്ന ശിക്ഷ ഉണ്ടാകും എന്നാണ് ഇതിൻ്റെ ഉദ്ദേശമെന്നും തഫ്സീർ തൊബരിയിൽ പറയുന്നത് കാണാം. തഫ്സീറുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫീ റഖിൻ മൻഷൂർ എന്ന് നമ്മൾ പറയാറുണ്ട്. ഫീ റഖിൻ മൻഷൂർ എന്ന് പറഞ്ഞാൽ റഖ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തോലും മറ്റുമൊക്കെ നമ്മൾ അതിനങ്ങനെ റഖീക്കാക്കും, പരത്തി വെക്കും. എന്തിന്? അതിൻ്റെ മുകളിൽ എഴുതാൻ വേണ്ടി. അപ്പം അങ്ങനെ എഴുതാൻ വേണ്ടി പരത്തി വെച്ചിട്ടുള്ള തോലുകൾ തന്നെയാണെങ്കിൽ സത്യം എന്ന് പറയാണ്. അപ്പോൾ അവിടെ റക്കൽ അജീൻ എന്ന് പറയും. നമ്മൾ ഈ മാവ് പത്തിരിയുടെയും മറ്റുമൊക്കെ മാവിനെ നമ്മൾ കുഴച്ച് ലാസ്റ്റ് അതിനെ പരത്തി വെക്കുമല്ലോ, പരത്തുമല്ലോ. അതായത് അത് കട്ടി കുറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഭക്ഷിക്കാൻ യോഗ്യമാകുന്ന രൂപത്തിലേക്ക് അതിനെ നമ്മൾ പരിവർത്തിക്കുന്ന ഒരു രീതി. ആ ഒരു കട്ടി ഒഴിവാക്കിയിട്ട് അതിൻ്റെ തിക്നെസ് കുറച്ചിട്ട് വളരെ കട്ടി കുറഞ്ഞ രൂപത്തിലേക്ക് ആക്കുന്നതിനാണ് റക്ക് എന്ന് പറയുക എന്നാണ് തഫ്സീറുൽ ഖുർത്തുബി ഇതിനെ വിശദീകരിച്ച് പറയുന്നത്. മറ്റൊന്നാണ് അല്ലദീന, ചിത്രം കൂടി കാണുമ്പോൾ കൂടുതൽ നമുക്ക് മനസ്സിൽ പതിയും എന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ഒരു രൂപം നമ്മൾ കണ്ടത്. അല്ലദീനഹും ഫി ഹൗദിൻ യൽഅബൂൻ. അല്ലദീനഹും എങ്ങനെ ആളുകളാണ് ഫി ഹൗദിൻ അവർ അനാവശ്യ കാര്യങ്ങളിൽ യൽഅബൂൻ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാല എന്ന് പറഞ്ഞാൽ യഹൂദൂന ഫിൽ ബാത്തിലി, തിന്മയിൽ അവരിങ്ങനെ ആണ്ടുപോയി മുഴുകി. യൽഅബൂന ഗാഫിലീന ലാഹീന, അള്ളാഹുവിനെ മറന്നുകൊണ്ട് അശ്രദ്ധരായിക്കൊണ്ട് അവരങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഖാദൽ മാ എന്ന് പറഞ്ഞാൽ ശരിക്കും ദഖലഹു മശാഫി വതവഗ്ഗല ഫീഹി, വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന് നീന്തി കളിക്കുന്നതിനാണ് ശരിക്കും ഖാദൽ മാ എന്ന് പറയുക. അപ്പോൾ അതേപോലെ തിന്മയിൽ ആണ്ടുപോയ അല്ലെങ്കിൽ അതിൽ ആസ്വാദനം കണ്ടെത്തുന്ന ആളുകളെ കുറിച്ചാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് യൗമ യുദഊന ഇലാ നാരി ജഹന്നമ ദഅ. യൗമ യുദഊന അവരെ തള്ളപ്പെടും. ദഅൻ ഒരു തള്ളപ്പെടൽ. എന്താ ഇതിൻ്റെ ഉദ്ദേശം? ദഫ്അൻ ദഅ എന്ന് പറഞ്ഞാൽ ദഫഅഹു ദഫ്അൻ അനീഫൻ, ശക്തമായിട്ട് മൽപ്പിടുത്തക്കാരനെ പരസ്പരം തള്ളി അവസാനം ഒരു ശക്തമായ തള്ളലിലൂടെ നരകത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ നമ്മൾ സ്വയം ചാടാണ് കുഴപ്പമില്ല, മറ്റൊരാൾ നമ്മളെ തള്ളിയിടുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും പ്രയാസവും എത്രയായിരിക്കും. അപ്പോൾ ആ ഒരു ഭയാനകതയെ വിശദീകരിക്കാനാണ് ദഅ യുദഊന എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് സൂറത്ത് തൂറിൽ നമുക്ക് കാണാൻ കഴിയും ഈ യതനാസഊന ഫീഹാ കഅസൻ ലാ ലഗ്വും ഫീഹാ വലാ തഅസീം. യതനാസഊന എന്ന് പറഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ലാ ലഗ്വും ഫീഹാ, അതിൽ യാതൊരുവിധ ബാത്തിലും തെറ്റും മോശവും ഒന്നും ഉണ്ടാവുകയില്ല, അപകടങ്ങളൊന്നും ഉണ്ടാവുകയില്ല. വലാ തഅസീം ലാ യഅസിമൂന ഫീ ഷുർബിഹ, അത് കുടിക്കുന്നത് കാരണം അവർക്കൊരു അപകടം ഉണ്ടാവില്ല. അപ്പോൾ ആ രൂപത്തിലുള്ള നല്ല മനുഷ്യൻ്റെ എല്ലാ നിലക്കും അപകടങ്ങളിൽ നിന്നും മുക്തമായിട്ടുള്ള പാനീയങ്ങളാണ് സ്വർഗ്ഗത്തിലുള്ളത്. അള്ളാഹു നമുക്ക് കുടിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മറ്റൊന്നാണ് വൻ നജ്മി ഇദാ ഹവ. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ആയത്ത്, അതിനെ തൊബരീമാൻ പറയുന്നത് ഹവ എന്ന് പറഞ്ഞാൽ സഖത. ഹവ എന്ന് പറഞ്ഞാൽ സഖത മിൻ ആല ഇലൽ അസ്ഫൽ, മുകളിൽ നിന്നും താഴോട്ട് വീഴുന്ന നക്ഷത്രം തന്നെയാണെങ്കിൽ സത്യം. അപ്പം ഇതാ ഹവ എന്ന് പറഞ്ഞാൽ വീഴുക,
മുകളിൽ നിന്ന് താഴോട്ട് വീഴുക, സഖത്ത എന്നാണ് തൊബരി ഇമാം പറയുന്നത്. മറ്റൊന്നാണ് സുമ്മ ദനാഫത്തതല്ല. ദനാഫത്തതല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം ദന എന്ന് പറഞ്ഞാൽ അടുക്കുക, തെതല്ല എന്ന് പറഞ്ഞാൽ ഇറങ്ങുക. അപ്പോൾ തെതല്ല മിനൽ ഹബിൽ നസല മിൻഹു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് കയറിൽ നിന്ന് നമ്മൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്നതിനാണ് തെതല്ല മിനൽ ഹബിൽ എന്ന് പറയും. ദന മിനൽ അർള് എന്ന് പറഞ്ഞാൽ ഭൂമിയോട് അടുക്കുക, ഇത്തറബ മിൻഹ. അപ്പോൾ ആ രൂപത്തിലാണ് ദന എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് ഫകാന ഖാബ ഖൗസൈനി ഔ അദിന. ഖാബ ഖൗസൈനി എന്ന് പറഞ്ഞാൽ ഖദറു ദിറാഇൻ, 2 ദിറാഇൻ്റെ കണക്ക് എന്നാണ് ഇവിടെ ഉദ്ദേശം. നമ്മൾ മനസ്സിലാക്കേണ്ടത് കാബ കൗസൈനിക്ക് ഖദറുദ്ദിറായിനി എന്ന് തഫ്സീറുൽ ബഗവി പറയുമ്പോൾ ആ കാബ കൗസ് എന്താ നിങ്ങൾ കാണുന്നുണ്ടാവും, അമ്പും വില്ലും എത്രത്തോളം അടുത്തിട്ടുണ്ടോ ആ രൂപത്തിൽ. ശരിക്കും കാബ എന്ന് പറഞ്ഞാൽ അവിടെ കാബുൻ വിൽവിയും ഉണ്ടാവും, കാബുൻ സുഫ്ലിയും ഉണ്ടാവും ഒരു വില്ലിന്. അപ്പോൾ ആ വില്ലിനോട് അമ്പ് എത്രത്തോളം, അതായത് അതിൻ്റെ മുകൾ ഭാഗത്തോട് നമ്മുടെ അമ്പ് എത്രത്തോളം അടുത്ത് നിൽക്കുന്നുണ്ട് ആ രൂപത്തിൽ അടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് മുത്ത റസൂലുള്ളാഹിൻ്റെ ഇസ്രാ മിഅ്റാജ് യാത്രയെക്കുറിച്ച് പറയുന്നത്. മറ്റൊന്നാണ് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖ്റ എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികളായിരുന്ന മുശ്രിക്കുകളായിരുന്ന മക്കയിലുള്ള ബിംബാരാധകർ ആരാധിച്ചു പോർന്നിരുന്ന ചില ബിംബങ്ങളെക്കുറിച്ച്. എന്ന് പറഞ്ഞാൽ മനാത്ത് അത് വാദി ഖദീദിൽ താമസിച്ചിരുന്ന അവരുടെ ബിംബമായിരുന്നു. സ്വനമു അൽ ഉസ്സ എന്ന് പറയുന്നത് അത് വാദി അൻ നഖ്ലയിൽ താമസിച്ച ഈ നമ്മുടെ മക്കയിലെ മാപ്പാണിത്. അപ്പോൾ ഈ മാപ്പിലും വാദി അൻ നഖ്ലയിൽ താമസിച്ചിരുന്ന ഇവരുടെ ബിംബമായിരുന്നു. മറ്റൊന്നാണ് സനമുല്ലാത്ത്, തായിഫിലുള്ള ആളുകളുടെ ആരാധ്യ വസ്തുവായിട്ട് അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്ന ബിംബമായിരുന്നു ഈ അസ്മാഉ അസ്നാമിൻ ഇത്തഖദുഹ ആലിഹത്തൻ യഅ്ബുദൂനഹ എന്നാണ് ബഗവി ഇമാം പറയുന്നത്. മറ്റൊന്നാണ് മുഹ്തഈന ഇലദ്ദ, ക്ഷണിതാവിലേക്ക് മുഹ്തഈന. എന്താ മുഹ്തഈന എന്നതിൻ്റെ അർത്ഥം? മുഹ്തഈ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ അയാളുടെ അടുക്കലേക്ക് ഓടി ചെല്ലുന്നതും അതല്ല നമ്മൾ നോർമൽ നടക്കുന്നതും എന്ന് പറഞ്ഞാൽ ഒരു ഒട്ടകം മുഹ്തി ആകുമ്പോഴുള്ള രൂപമാണ് മുകളിലുള്ള ചിത്രം. അതേ സ്ഥാനത്ത് അത് സാധാരണ രൂപത്തിൽ നടക്കുന്നതാണ് താഴെയുള്ള ചിത്രം. അപ്പം മുഹ്തി എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലേക്ക് അതിലേക്ക് കണ്ണും നട്ട് പോവുക. അതാണ് ഖുർത്തുബി പറയുന്നത് അഖ്ബല അല ശൈഇ ബിബസരിഹി ലാ യഖലവനു, കണ്ണെടുക്കാതെ അതിലേക്ക് തന്നെ നോക്കി. അഹ്ത ഇദാ മദ്ദ ഉനുഖഹു, പെരടി ഇങ്ങനെ നീട്ടിയിട്ടാണ് ഒട്ടകം ഓടുമ്പോൾ ഉണ്ടാവുക. അപ്പോൾ ആ രൂപത്തിൽ തല നേരെയാക്കിയിട്ടുണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടാവും തല നേരെയാക്കുന്ന 3 എന്നുള്ളത് നോക്കിയാൽ മനസ്സിലാവും. അതേ സ്ഥാനത്ത് സാധാരണ രൂപത്തിൽ ഒട്ടകം നടക്കുമ്പോൾ അങ്ങനെയല്ല ഉള്ളത്, കഴുത്ത് അല്പം ഒന്ന് ഉയർത്തിയിട്ടാണ്, ഇത് നേരെ നീട്ടി ഓടുന്ന ഒരു രൂപം. മുസ്രിഈന എന്ന് പറയുമ്പോൾ അത് കാലുകളൊക്കെ നടക്കുന്നതിന് എതിരായിക്കൊണ്ട് ഓടുമ്പോൾ ആ കാലുകളൊക്കെ ആ രൂപത്തിൽ വളരെയധികം ധൃതിപ്പെട്ടുകൊണ്ടുള്ള ഒരു നടത്തം. ഈ രൂപത്തിലാണ് ഖുർത്തുബി ഇമാം പറയുന്നത്. മറ്റൊന്നാണ് വഹമൽനാഹു അലാ ദാതി അൽവാഹിൻ വദുസുർ. അൽവാഹ് പലകയുടെ മേലിൽ എന്ന് പറഞ്ഞാൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിനെ കുറിച്ച് പറയുകയാണ്. ഹമൽന ഖശബു സഫീനത്തിൽ അരീള എന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ പലകകളും, അതേപോലെ ദുസുർ എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശം മസാമീർ അറിയാം, അതായത് അല്ലത്തി തശുദ്ദു ബിഹൽ അൽവാഹ്, ഈ പലകകൾ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിൽ അടിച്ചു കയറ്റുന്ന ആണികളെ കുറിച്ചാണ് ദുസുർ എന്ന് പറയുന്നതെന്ന് ബഗവി ഇമാം പറയുന്നു. മറ്റൊന്ന് വനബ്ബിഉഹും അന്നൽ മാ ഖിസ്മത്തുൻ ബൈനഹും കുല്ലു ശിർബി മുഹ്തളർ. അതായത് സ്വാലിഹ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു നൽകിയ ആ ഒരു വലിയ ദൃഷ്ടാന്തമായിരുന്നു അവിടുത്തെ ഒട്ടകം. അതിനെക്കുറിച്ച് പറയാണ് വനബ്ബിഉഹും അന്നൽ മാ ഖിസ്മത്തുൻ ബൈനഹും, ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുക എന്നുള്ളത് അവർക്കിടയിൽ തഖ്സീം ചെയ്യപ്പെട്ടതാണ്. അത് തന്നെ കുല്ലു ഷിർബിൻ, എല്ലാവർക്കും മുഹ്തളർ, യഹ്ദുറുഹു മൻകാനത്ത് നൗബത്തു എന്ന് പറഞ്ഞാൽ നൗബത്ത് എന്ന് പറഞ്ഞാൽ അവരവരുടെ സമയത്ത് അവരവരുടെ അവസരത്തിൽ അവരവർ വെള്ളം കുടിക്കുക. അപ്പോൾ ഒട്ടകത്തിന് പ്രത്യേകം സമയമുണ്ടായിരുന്നു. ആ സമയത്ത് മറ്റുള്ളവർ അതിനെ വെള്ളം കുടിയിൽ നിന്ന് ബുദ്ധിമുട്ടാക്കരുത്. അതേപോലെ മറ്റുള്ളവരുടെ സമയത്ത് നൗബത്തിൽ മറ്റൊരാളും ഒട്ടകം പോയിട്ട് വെള്ളം കുടിക്കൂല. ആ രൂപത്തിൽ ഹദറദ്ദർസ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ കാന മൗജൂദൻ വഹാദറ എന്നുള്ള അർത്ഥം. അപ്പോൾ മുഹ്തദർ എന്ന് പറഞ്ഞാൽ സന്നിധമായിരിക്കുന്ന, ആസന്നമായിട്ടുള്ള അവസരത്തിൽ എന്നൊക്കെ വെക്കാം. മറ്റൊന്നാണ് തഫ്സീറുൽ ഖുർത്തുബി വിശദീകരിച്ചിട്ടുള്ള ഒരു ആയത്ത് സൂറത്തുൽ ഖമറിൻ്റെ 31-ാമത്തെ ഫകാനൂ കഹശീമിൽ മുഹ്തളിർ എന്ന് പറയും. ഫകാനൂ അതായത് ഒരു വലിയ ശബ്ദം അള്ളാഹു അവരുടെ മേൽ അയച്ചു, അവർക്ക് ശിക്ഷയുണ്ടായി. അപ്പോൾ അവർ ഈ ആരെ പോലെയായി? ഹഷീം എന്ന് പറഞ്ഞ നുറുങ്ങു കഷ്ണങ്ങളെപ്പോലെയായി. അൽ മുഹ്തളിർ എന്ന് പറഞ്ഞാൽ ഈ കാലികളെയും മറ്റുമൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് വളച്ചുണ്ടാക്കുന്ന കാലിവളപ്പുകാരൻ്റെ കൈ അടുത്തുണ്ടാക്കുന്ന ഈ നുറുങ്ങു കഷ്ണങ്ങൾ ഉണ്ടാകും. അതാണ് ചിത്രത്തിലുള്ള ഒരു വേസ്റ്റ് പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. മുഹ്തദിർ പറഞ്ഞാൽ സാഹിബുൽ ഖലീറ എന്ന് പറയും. അതാണ് ഹഷീം എന്ന് പറഞ്ഞാൽ അത് കുല്ലു ഷെയ്ൻ കാന റദ്ബൻ ഫയബിസ, എല്ലാം പച്ചയായിരുന്നു പക്ഷെ അത് ഉണങ്ങി. ഇനി അത് കാലികൾക്ക് വെച്ചു കൊടുക്കാനാണല്ലോ പറ്റുക. അപ്പോൾ ആ രൂപത്തിലുള്ള എന്താ പറയുക ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ അദാബ് ഉണ്ടായപ്പം ആ സമൂഹമായി തീർന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്നാണ് വന്നഖ്ലു ദാത്തുൽ അക്മാം,
അക്മാമുകളുള്ള നഹ്ല് എന്താണ്? പാളകളുള്ള ഈത്തപ്പനകൾ. ഈ അക്മാമ് പാളികൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഓരോ ദാത്തുൽ അക്മാം മുതക്കമ്മിമത്തുൻ ഫി ലീഫിഹ ത്വൽഇഹ മുതക്കമ്മിമുൻ ഫി ജുഫിഹി എന്ന് പറഞ്ഞാൽ ലീഫ് എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ ഈത്തപ്പനയുടെ തണ്ടിനെ ചുറ്റി നിൽക്കുന്ന ചില പാളകളുണ്ടാവും, പാടകളുണ്ടാവും. അതേപോലെ രണ്ടാമത്തത് തഫ്സീർ തബരിയിൽ പറഞ്ഞ ത്വൽഇഹ മുതക്കമ്മിമുൻ ഫി ജുഫിഹി എന്ന് പറഞ്ഞാൽ ത്വൽഉൻ നഖ്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ഓരോ ഇതളുകൾ, ഓരോ ഓലകൾ. ജഫ് എന്ന് പറഞ്ഞാൽ യഗത്തി തൊല എന്ന് പറഞ്ഞാൽ ഈ ഈ നമ്മളെ ഈ തെങ്ങിൻ്റെയും മറ്റുമൊക്കെ ഓലകൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ അതിനെ ചുറ്റി നിൽക്കുന്ന ഒരു പാളികൾ എന്ന് വേണം നമുക്ക് മലയാളത്തിൽ പറയാം. അപ്പോൾ ആ രൂപത്തിലുള്ള പാളകളുള്ള ഈത്തപ്പനയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഇവിടെ പറഞ്ഞിട്ട്. അപ്പോൾ കുല്ലുമായി യുഖ്താവ് യുസ്തർ മിസ്ൽ കമ്മുൽ ഖമീസിയവ് കമാമത്തുൽ വജ്ഹ് എന്നൊക്കെ പറയും. മുഖം മറക്കുന്നതിന് കമാമത്തുൽ വജ്ഹ് എന്ന് പറയും. അതേപോലെ കൈ മറക്കുക. അപ്പോൾ ഇതേ രൂപത്തിൽ അള്ളാഹു പാളികൾ സംവിധാനിച്ചിട്ടുള്ള പയവർഗ്ഗങ്ങളെക്കുറിച്ചും അതേപോലെ വന്നഖ്ലു ദാത്തുൽ അക്മാം ഈത്തപ്പനകളെ കൊണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഭൂമിയുടെ സവിശേഷതകളെക്കുറിച്ച് സൂറത്തുർ റഹ്മാനിൻ്റെ ഒരു വിശദീകരണം തഫ്സീർ തബരിയിൽ ഈ രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊന്നാണ് മറജൽ ബഹ്റൈനി യൽതഖിയാൻ. മറജൽ ബഹ്റൈനി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇരു കടലുകളെയും അയച്ചിരിക്കുന്നു. അർസലഹുമ എന്നാണ് ബഗവി ഇമാം പറയുന്നത്. പിന്നെ ബൈനഹുമ ബർസഖുൻ ലാ യബ്ഗിയാൻ, ബൈനഹുമ ഹാജിസുൻ, ഇടയിലൊരു മറയുണ്ട്, ലാ യഖ്തലിത്താൻ, അത് കൂടിക്കലരുകയില്ല, നമുക്ക് അറിയുന്ന സംഗതിയാണ്. അപ്പോൾ ബർസഖ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? അൽ ഹാജിബ് ബൈന ഷൈൻ, രണ്ട് കാര്യങ്ങൾക്കിടയിൽ മറക്കുന്ന ഒന്നാണ് ശരിക്കും ബർസഖ്. അതുകൊണ്ടാണ് ദുന്യാവിൻ്റെയും ആഖിറ ജീവിതത്തിൻ്റെയും ഇടയിലുള്ളൊരു ജീവിതം, ഖബർ ജീവിതം, അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് ബർസഖ്. ഈ രൂപത്തിൽ ബർസഖ് എന്ന പ്രയോഗമാണ് ഖുർആൻ ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഓരോന്നിനും ആപ്റ്റായിട്ടുള്ള ഏറ്റവും യോജിച്ചിട്ടുള്ള പദമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കലാമാകുന്ന ഖുർആനിൻ്റെ ഓരോ ആയത്തുകൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്നാണ് വമാ അഫാ അല്ലാഹു അലാ റസൂലി മിൻഹും മാഫ അള്ളാഹ്. ഇവിടെ പറയുന്ന ഖുർത്തുബി പറയുന്നുണ്ട്, ഈ മാറദ്ദല്ലാഹു അലാ റസൂലി മിൻ അംവാലി ബനി നദീർ, ബനു നദീർ ഗോത്രത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിക്ക് നൽകിയ വനീമത്ത്. ഇവിടെ രണ്ട് രൂപമുണ്ട്. ഫൈ സ്വത്ത് എന്ന് പറയും. ഫൈ എന്ന് പറഞ്ഞാൽ യുദ്ധവും സംഘട്ടനവും കൂടാതെ ലഭിക്കുന്നതാണ് ഫൈ. വനീമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? യുദ്ധശേഷം വിജയിച്ചവർക്ക് ലഭിക്കുന്നതാണ് വനീമത്ത് എന്ന് ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. മറ്റൊന്നാണ് സൂറത്തുൽ മുൽക്കിൽ അമിൻതുൻ മൻ ഫിസ് സമായി ഇൻ അസ്ബഹ ഖുൽ അറൈതും ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ ഫമി അമിൻതും മൻ ഫിസ് സമായി അൻ യഖ്സിഫ ബിക്കുമുൽ അർദ് എന്ന് പറയുന്നുണ്ട്. അൻ യഖ്സിഫ എന്ന് പറഞ്ഞാൽ അമിൻതും നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ, മൻ ഫിസ് സമ ആകാശത്തിലുള്ള ഒരുത്തനെ, അവനെ അൻ യഖ്സിഫ ബിക്കുമുൽ അർദ് ഫഹിദാ ഹിയ തമൂർ എന്ന് പറയുന്നത് പിടിച്ചു മറിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവൻ ആഴ്ത്തുന്നതിനെ, വിഴുങ്ങുന്നതിനെ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഭൂമിയിൽ അള്ളാഹു ആഴ്ത്തിക്കളയുക, വീഴ്ത്തുക, വിഴുങ്ങിക്കളയുക. ഈ രൂപത്തിലാണ് ഹസഫ യഖ്സിഫു എന്ന് പറയുക. യുഹരിക്കുൽ അർദു ഇൻദൽ ഖസ്ഫി ബിഹിം ഹത്താ തുൽഖീഹിം ഇലൽ അസ്ഫൽ എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ റിക്ടർ സ്കെയിലും മറ്റുമൊക്കെ ഇത്ര ഭൂചലനം ഉണ്ടായി എന്നൊക്കെ നമ്മൾ ന്യൂസിലും മറ്റൊക്കെ കേൾക്കാറുണ്ട്. അതേപോലെ ഭൂമി ഇങ്ങനെ ഇളകിയിട്ട് അതിൽ ഗർത്തങ്ങൾ രൂപപ്പെട്ട് അതിലേക്ക് ആളുകളെ വീഴ്ത്തി അങ്ങനെ അതിന് മുകളിൽ ഭൂമി വീണ്ടും മറയുന്ന രൂപത്തിൽ ഇങ്ങനെ തഗ്ലു അലൈഹിം വതമുറു ഫൗഖഹും, അവരുടെ മുകളിലൂടെ ഭൂമി ചലിച്ചു പോകുന്ന ഒരവസ്ഥ. ഇതിനാണ് ഭൂകമ്പം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതാണ് തഫ്സീറുൽ ബഗവിയിൽ ഈ ഹസഫ അതേപോലെ തമൂർ ഇതിനെ പറഞ്ഞിട്ടുള്ള വിശദീകരണം. യുഹരിക്കുൽ അർദു ഇൻദൽ ഖസ്ഫി ബിഹിം ഹത്താ തുൽഖീഹിം ഇലൽ അസ്ഫൽ, മുകളിലുള്ള ആളുകളൊക്കെ താഴ്ഭാഗത്തേക്ക് തലകീഴായി മറിയുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥ. മറ്റൊന്നാണ് ഇതേ സൂറത്തിൻ്റെ അവസാനത്തെ കുൽ അറൈതും ഇൻ അസ്ബഹ മാഉക്കും ഗൗറൻ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, വെള്ളമെങ്ങാനും വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആരാണ് പിന്നീട് നല്ല ഉറവകൾ ഒഴുകി വരുന്ന ഉറവകൾ പൊടിഞ്ഞു വരുന്ന വെള്ളം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ മാഉൻ മഈൻ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണും, താഴെ കണ്ടല്ലോ ഫോട്ടോ. അതേ സ്ഥാനത്ത് ഗൗർ എന്ന് പറഞ്ഞാൽ മുകളിലെ ഫോട്ടോ പോലെ ഒന്നുമില്ല, വരണ്ട് കിടക്കുകയാണ്. ഗായിറൻ ദാഹിബൻ ഫിൽ അർദ്, ഭൂമിയിലെ വെള്ളം വലിഞ്ഞു, ഭൂമി വലിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ല. അതേപോലെ മഈൻ എന്ന് പറഞ്ഞാൽ ലാഹിറൻ തെറാഹുൽ ഒയ്യും, കണ്ണുകൊണ്ട് ഇങ്ങനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ വെള്ളം ഇങ്ങനെ ഉണ്ടാവും. അതാ രണ്ടാമത്തെ ചിത്രം. മറ്റൊന്നാണ് വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ, അതായത് തെലീനു ഫീദീനിക്ക ഫയലീനുന ഫീദീനിയും. അവർ വന്ന് ചോദിച്ചത് റസൂലുള്ളാഹിനോട്, നിങ്ങളുടെ ദീൻ അല്പം നിങ്ങളൊന്ന് മാർദ്ദവമാക്കി തരാണെങ്കിൽ ഞങ്ങളുടെയും ആദർശവും ഞങ്ങൾ അല്പം ഒന്ന് മയപ്പെടുത്തി തരാം. ശരിക്കും അദ്ഹനൽ ജിൽദ എന്ന് പറയും. അതായത് നമ്മൾ ഈ തോലും മറ്റുമൊക്കെ, മൃഗത്തിൻ്റെ തോലും മറ്റുമൊക്കെ എണ്ണയിലിട്ടിട്ട് അതിനെ സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ആശയങ്ങളെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാതെ ആദർശത്തിൽ അല്പം ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക. ഈ അർത്ഥത്തിനാണ് ഖുർആൻ ഇവിടെ തുദ്ഹിനു യുദ്ഹിനു എന്നൊക്കെ പ്രയോഗിച്ചിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, അതായത് ഇത്രയും വളരെയധികം അർത്ഥവത്തായിട്ടുള്ള, അതായത് തോലിനെ ശരിക്കും നമ്മൾ സോഫ്റ്റ് ആക്കുന്നതിന് പ്രയോഗിക്കുന്ന ഈ ഒരു സംഗതി തെലീനു ഫീദീനിക്ക ഫൈലീനു ഫീദീനിയും എന്നാണ് തഫ്സീർ ഖുർത്തുബിയിൽ തഫ്സീർ ത്വബരിയിൽ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ടുള്ളത്. അപ്പം ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണ് നമുക്ക് ഖുർആനിലെ ഓരോ പദങ്ങളും മനസ്സിലാക്കുകയാണെങ്കിൽ മാഷാ അല്ലാഹ് അതിൻ്റെയൊക്കെ എഴുജാസ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും.
മറ്റൊരായത്ത് സൂറത്തുൽ മാരിജിലെ 8-ാമത്തെ ആയത്ത് യൗമ തകൂനു സമാഉ കൽ മുഹിൽ, ആകാശം അന്നാകും ഏതുപോലെയാകും? കൽ മുഹിൽ. കൽ മുഹിൽ എന്ന് പറഞ്ഞാൽ ലോഹദ്രാവകം പോലെ ആയിത്തീരും എന്നാണ് പറയുന്നത്. അതായത് എണ്ണക്കീടം എന്നൊക്കെ വേണേൽ പറയാം. അതിൻ്റെ ഉദ്ദേശം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയുന്നത് എന്താ, ഈ കൊല്ലനും മറ്റുമൊക്കെ അവരുടെ പുരയിൽ വെച്ചിട്ട് സ്വർണവും വെള്ളിയും മറ്റൊക്കെ ഉരുക്കിയിട്ട് ഒരു ലോഹദ്രാവമാക്കുമല്ലോ, അതേപോലെ ആകാശത്തെ അള്ളാഹു ദ്രാവമാക്കും എന്നാണ് ഇതിൻ്റെ വിശദീകരണം എന്ന് തഫ്സീറുൽ ഖുർത്തുബിയിൽ കാണാം. ചുരുക്കുകയാണ്, യൗമ യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅൻ കഅന്നഹും ഇലാ നുസുബിൻ യൂഫിദൂൻ എന്ന് പറയുന്നത് എവിടെയാണ്? യൗമ യുഖ്റജൂൻ, അവർ പുറപ്പെടുവിക്കപ്പെടും, മിനൽ അജ്ദാസി, ഖബർ. അജ്ദാസ് എന്ന് പറഞ്ഞാൽ ഖബറാണ്. ബഗീമം വിശദീകരിക്കുകയാണ്. സിറാഅൻ, പെട്ടെന്ന്, കഅന്നഹും ഏതുപോലെ, ഇലാ നുസുബിൻ യൂഫിദൂൻ, അവർ യൂഫിലൂൻ എന്ന് പറഞ്ഞാലും യസ്റഊൻ, അവരവരുടെ ബിംബങ്ങളിലേക്ക് മുമ്പ്, നുസുബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം നാട്ടക്കുറികൾ എന്ന് പറഞ്ഞാൽ ഈ ചില ബിംബങ്ങളും നാട്ടി നിർത്തിയ ചില സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലുള്ള ഈ ബഹുദൈവ വിശ്വാസികളുടെയും മറ്റു ബിംബാരാധകരുടെയും, അതേപോലെ അതിലേക്ക് ധൃതിപ്പെട്ട് പാഞ്ഞു പോകുന്നവരെ പോലെ ഇവരും യാത്ര ചെയ്യും എന്നാണ് ഈ ഒരു ആയത്തിൻ്റെ ഉദ്ദേശം. മറ്റൊരു പ്രയോഗമാണ് വവുജൂഹി യൗമ ഇദിൻ ബാസിറ, ആ ദിവസം അവരുടെ മുഖങ്ങളെല്ലാം ആബിസത്തുൻ കാലിഹത്തുൻ മുഗ്ബറത്തുൻ മസൂദത്തുൻ എന്ന് പറഞ്ഞാൽ ബഗീമ പറയുന്നതിൻ്റെ ഉദ്ദേശം അന്ന് കറുത്തിരുണ്ടതായിരിക്കും. ഫാക്കിറ അദ്ദാഹിയത്തുൽ അദീമ, വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. ഫാക്കിറ എന്ന് പറയുന്ന അത്യാപത്ത്, നട്ടെല്ലിനെ ബാധിക്കുന്ന അപകടത്തിനാണ് ഫാക്കിറ എന്ന് പറയുന്നതെന്ന് ബഗീമ പറയുന്നത്. അപ്പം അദ്ദാഹിയത്തുൽ അദീമ എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നട്ടെല്ലിനുണ്ടാകുന്ന വലിയ പരിക്ക്. അൽ ഫാക്കിറത്തു അദ്ദാഹിയത്തു അവിൽ മുസീബത്തു ഫഖറാത്തുൽ ലഹരി മിൻ ശിദ്ദത്തി ഹൗലിഹ, അതിൻ്റെ കാഠിന്യം കാരണം നട്ടെല്ല് വരെ പൊട്ടിപ്പോകുന്ന രൂപത്തിലുള്ള ഭയാനകരമാകുന്ന അവസ്ഥ. അതിനെക്കുറിച്ചാണ് ഇവിടെ തദുന്നു അൻ യുഫ്അല ബിഹാ ഫാഖിറ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊരായത്താണ് വൽ മുർസലാത്തി ഉറുഫ. എന്താ ഈ ഉറുഫ എന്നതിൻ്റെ ഉദ്ദേശം? മുർസലാത്ത് എന്ന് പറഞ്ഞാൽ റിയാഹുൽ മുർസലാത്തു യത്ബഉ ബഅദുഹാ ബഅദ, ഒന്നിനു പിറകെ മറ്റൊന്നായി വന്നുകൊണ്ടിരിക്കുന്ന കാറ്റിനെ കുറിച്ചാണ് മുർസലാത്ത്. ഉറുഫ എന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ഒട്ടകത്തിൻ്റെ ഷിഅറു ഉനഖിൽ ഫറസിൽ അൽ മുതതാബിഇ വറാഅ ബാഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒട്ടകത്തിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പെരടിയുടെ മുകളിലും മറ്റൊക്കെ കാണുന്ന ചിത്രത്തിലുള്ള ആ ഒരു രോമം കണ്ടോ, ഒന്നിനു പിറകെ മറ്റൊന്നായി അങ്ങനെ അതേപോലെ അള്ളാഹു ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് കാറ്റുകൾ അയക്കും, ആ അയക്കുന്ന കാറ്റുകൾ എന്നാണ് അതിൻ്റെ വിശദീകരണം. മറ്റൊന്നാണ് അലം നജ്അലിൽ അർള കിഫാത്ത, ഭൂമിയെ നമ്മൾ കിഫാത്താക്കി തന്നില്ലേ. എന്താ ഈ കിഫാത്ത് എന്നതിൻ്റെ ഉദ്ദേശം? കിഫാത്ത് എന്ന് പറഞ്ഞാൽ വ്യാൻ, അതൊരു പാത്രമാണ്. വബഅൽ കഫ്ത്, കഫ്തിൻ്റെ മഅന അൽ ലമ്മു വൽ ജംഉ, ലമ്മും ജംഉആണ്. എങ്ങനെയാണ് ലമ്മ്? തളുമ്മുൽ അഹ്യാഅ അലാ ലുഹൂരിഹ, ഭൂമിയുടെ പുറംഭാഗത്ത് പ്രത്യക്ഷ ഉപരിതലത്തിൽ ജനങ്ങൾക്ക്, ജീവനുള്ള മനുഷ്യർക്കും മറ്റുമൊക്കെ ജീവിക്കാൻ പറ്റുന്ന രൂപത്തിലും, വൽ അംവാത ഫീ ബത്നിഹ, അതിൻ്റെ ഉള്ളിൽ മരണപ്പെട്ടു പോയ ആളുകളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവൻ്റെ ഭൂമി സജ്ജമാക്കിയ അടിമകൾക്ക് സജ്ജമാക്കിയ രൂപമാണ് ഖുർആൻ ഇവിടെ വിശദീകരിക്കുന്നത്. മറ്റൊന്നാണ് അല്ലദീ അൻഖദ ലഹ്റക്, അങ്കല എന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോവുക, ഭാരം അമിതമായിട്ട് ഭാരം എടുപ്പിക്കുമ്പോൾ നമ്മുടെ കഴുതപ്പുറത്ത് മറ്റുമൊക്കെ നമ്മൾ സാധനം കയറ്റുമ്പോൾ അത് കാരണം അവരുടെ നടു ഒടിഞ്ഞു പോവുക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. അതേപോലെ അസ്ഖലഹു വജഹദഹു കമാ യുൻഖിദു അൽ ബഗീറ ഹിംലുഹു സഖീൽ എന്ന് പറഞ്ഞാൽ ഈ ഒട്ടകപ്പുറത്ത് അമിതഭാരം കയറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒട്ടകത്തിനുണ്ടാകുന്ന അപകടം അതേപോലെയാണ് ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് വജന്നാത്തിൻ അൽഫാഫ. അൽഫാഫ് ജന്നാത്ത് എന്ന് പറഞ്ഞാൽ തോട്ടങ്ങളാണ്. അൽഫാഫ എന്ന് പറഞ്ഞാൽ ഇടതിങ്ങിയത്, തൂർന്നു നിൽക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ ചിത്രത്തിൽ കാണുന്നത് പോലെ ബാസ്തീന മുൽത്തഫത്തിൻ, ചേർന്ന് നിൽക്കുന്നത്. അത്രയും ഇടതിങ്ങിയ വലിയ തോട്ടങ്ങളായിരിക്കും സ്വർഗത്തിൽ അള്ളാഹു മനുഷ്യനെ സംവിധാനിച്ചിട്ടുള്ളത് എന്നാണ് ജലാലൈനി പറയുന്നത്. മറ്റൊന്നാണ് ഫബസത്ന ബിഹി ജംഅ. ഫബസത്ന ബിഹി ജംഅ എന്ന് പറഞ്ഞാൽ ദഖൽന ബിഹി വസ്ത ജംഇൽ അദബ്, ശത്രുക്കളുടെ ഇടയിലേക്ക് ഓടിക്കയറുന്ന കുതിരകൾ. അതിനെയാണ് അവിടെ വസത്ന ബിഹി ജംഅ എന്ന് പറഞ്ഞാൽ ശത്രുക്കളുടെ ഇടയിലേക്ക്, അവരെത്ര വലിയ കൂട്ടമാണെങ്കിലും അതിൻ്റെ ഇടയിലേക്ക് ധൈര്യസമേതം കയറി ചെന്നുകൊണ്ട് അവരെ ആക്രമിക്കുന്ന അക്രമശാലികളായിട്ടുള്ള കുതിരകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്നാണ് സൂറത്തുൽ ആദിയാത്തിൻ്റെ വിശദീകരണത്തിൽ ബഗവി ഇമാം പറയുന്നത്. മറ്റൊന്നാണ് സമൂദ്. വസമൂദല്ലദീന ജാബുസ്സഖ്റ ബിൽ വാദ്. എന്താ ജാബുസ്സഖ്റ? എന്താ അതിൻ്റെ അർത്ഥം? ഉപരി പറയുന്നത് ദഖലൂഹു ഫത്തഖദൂഹു ബുയൂത്ത, അവർ അതിലേക്ക് തുരന്ന് അവർ അതിൽ വീടുകൾ നിർമ്മിച്ചു. ഫത്തഖദൂഹു ബുയൂത്ത, അവരവർ അതിനെ വീടാക്കി. ചിത്രത്തിൽ കാണുന്നത് പോലെ ഇന്ന് സൗദിയിലും മറ്റും കണ്ടെത്തിയിട്ടുള്ള അവരുടെ പൂർവ്വകാല ശേഷിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വലിയ വലിയ പാറക്കെട്ടുകൾ അവർ തുരന്നുകൊണ്ട് അതിൽ വീടും താമസിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങളും വലിയ വലിയ റൂമുകളും മറ്റുമൊക്കെ സംവിധാനിച്ചതിൻ്റെ ചിത്രങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട്. അപ്പം അതിനാണ് ജാബുസ്സഖ്റ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. മറ്റൊന്നാണ് യൗമ അഹ്ലക്തു മാലൽ ലുബദ യഖൂലു അഹ്ലക്തു മാലൽ ലുബദ. അവർ പറയും
ഞാൻ എത്ര ധനമാണ് ചിലവാക്കിയത്, നശിപ്പിച്ചു കളഞ്ഞത്. ലുബദൻ അംഫഖത്തു മാലൻ അഹ്ലക്തു എന്ന് പറഞ്ഞാൽ എത്ര പണമാണ് ഞാൻ ചിലവഴിച്ചത്. ലുബദൻ കസീറൻ ബാദുഹു അലാ ബാദി മിന തെൽബീദ്. ലുബദ് എന്ന് പറഞ്ഞാൽ മേൽക്കുമേൽ അട്ടിയായി എന്ന് പറയും. അതായത് നമ്മൾ ഈ രോമവസ്ത്രങ്ങളെ കൊണ്ടൊക്കെ നിർമ്മിക്കുന്ന മറ്റു അതിൻ്റെ നൂലുകളും മറ്റൊക്കെ കട്ടിയാക്കാൻ വേണ്ടിയിട്ട് അത് നമ്മൾ അട്ടിയാക്കി വെക്കും. അതായത് രൂപത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ ഇങ്ങനെ അട്ടിയാക്കി വെച്ചിട്ട് അതിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു രീതി. ഇതിനാണ് ശരിക്കും നമ്മൾ ഈ ലുബദൻ എന്ന് പറയാം. ഈ രൂപത്തിൽ നമ്മൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ഞങ്ങളിങ്ങനെ ഒരുപാട് അവരിങ്ങനെ മേൽക്കുമേൽ വളരെയധികം ധനം ചിലവാക്കി നശിപ്പിച്ചുവെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് വഹി ഇമാം കൊടുക്കുന്ന തഫ്സീർ. ഇൻഷാ അല്ലാഹ് അല്പം ദീർഘിപ്പിച്ചു പോയിട്ടുണ്ട്, എന്നാലും പരമാവധി ചുരുക്കി ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഖുർആനിൻ്റെ ആശയങ്ങളെ മനസ്സിലാക്കാൻ ഈ രൂപത്തിലുള്ള ചില അർത്ഥങ്ങൾ, വാക്കുകളുടെ പഠനങ്ങൾ നമ്മൾ ഇൻഷാ അല്ലാഹ് തുടരണം. അപ്പോൾ ഈ രൂപത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ, പദപ്രയോഗങ്ങളിലുള്ള വ്യത്യസ്തതകൾ, പ്രത്യേക അർത്ഥങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കാനും പഠിക്കാനും പറ്റും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.